സ്വാമിജിയുടെ ആശ്രമത്തിലെ ചികിത്സ കഴിഞ്ഞ് വരുമ്പോ എല്ലാം ശരിയാവും. അവന്തികയെ കൂടെ വരുന്നത്. എന്താ എന്താ രാജീവേ? കിട്ടിയ സന്തോഷ് മനസ്സിലായില്ലേ രാജു പറഞ്ഞെന്താണെന്ന്? തനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം രാജീവനാണെന്ന്. രാജീവിന് തന്നോടൊന്ന് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്താ രാജീവേ? ചോദിച്ചോളൂ. എന്റെ ഗോകുലിനെ ഉപേക്ഷിക്കൂ. രാജീവ് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി പറയാമോ? ഗൂഗിൾ എന്താ രാജീവ് ചോദിക്കുന്നത്? രാജീവനിപ്പോ കൂടപ്പിറപ്പിനെ പോലെയാ താനെന്നാ ആദ്യം പറഞ്ഞത്. പിന്നെന്താ? അത് പഴയ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയ സമൃദ്ധ വേറെ ഒരാളാകുമെന്നാ രാജീവ് ചോദിക്കുന്നേ. രാജീവ് ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറയാം. ആക്സിഡന്റ് നടക്കുന്നതിന് മുമ്പുള്ള പഴയ സമൃദ്ധയുടെ ഓർമ്മകൾ അമ്മയും ശിശ്രേച്ചിയും പറഞ്ഞു തന്നതെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. പഴയ ഓർഫണേജിൽ ചെന്നപ്പോൾ സിസ്റ്റർമാരും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുമുണ്ട്. പക്ഷേ അതൊന്നും അല്ലാത്ത എന്തോ ഒന്ന് എൻ്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനുള്ള യാത്ര ചെയ്ത് അതിന് എൻ്റെ പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടിയേ പറ്റൂ. പക്ഷെ ഓർമ്മ തിരിച്ചു കിട്ടിയാലും ഞാൻ പഴയ സമൃദ്ധ തന്നെയല്ലേ, ഗോകുല് താലി കെട്ടിയ പെണ്ണ്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെല്ലാം മറന്ന് വേറൊരാളാവുന്നേ? എനിക്ക് ആ പഴയ എന്നെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ കുഴപ്പം. ഓർമ്മ തിരിച്ചു കിട്ടിയ സമൃദ്ധ അർച്ചനയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് എനിക്കല്ലേ അറിയൂ. സച്ചി ഇപ്പോഴും അർച്ചനയെ അന്വേഷിച്ച് അടക്കണമെന്ന് ഞാൻ എങ്ങനെ ഇവരോട് പറയും? ഇനിയും എന്താ ആലോചിക്കുന്നേ? ഇപ്പോ രാജുവിന് സംശയമൊക്കെ മാറിയില്ലേ? സമൃദ്ധ അങ്ങനൊന്നും മാറില്ലടോ. സമൃദ്ധ എങ്ങോട്ടും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. അതൊക്കെ അളിയന്റെ വെറും തോന്നല് മാത്രമാണ് അളിയ. ഇവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ആദ്യം അവൾ ഓർക്കുന്നത് സച്ചിയായിരിക്കും. ആ നിമിഷം തന്നെ ഇവൾ അളിയനെ വിട്ടുപോകും. രാജീവ് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞങ്ങൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല മിടുക്കനായിട്ട് ഇവിടെയൊക്കെ ഓടി നടക്കണം കേട്ടോ. എന്നിട്ട് അധികം താമസിയാതെ പഴയ യൂണിഫോമിൽ തിരിച്ചു കയറണം. പഴയ രാജീവായിട്ട് ഞങ്ങൾക്ക് രാജീവിനെ കാണണം, അല്ല ഗൂഗിൾ? പിന്നെ തീർച്ചയായും. ഇതുവരെ രാജീവിനെ കൊല്ലാൻ ശ്രമിച്ച ആരാണെന്നുള്ള പോലീസിന്റെ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. രാജീവ് തന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. 14 ദിവസം അവിടുത്തെ ട്രീറ്റ്മെന്റേ. എവിടെയാ ട്രീറ്റ്മെന്റ്?
കുറച്ച് ദൂരെയാ, ഒരു ആയുർവേദ ആശ്രമത്തില. ശിവനന്ദ യോഗി എന്നാണ് ആ സ്വാമിയുടെ പേര്. സ്വാമിജിയുടെ ആശ്രമത്തിലെ ചികിത്സ കഴിഞ്ഞ് വരുമ്പോ എല്ലാം ശരിയാവും. അവന്തികയെ കൂടെ വരുന്നത്. എന്താ എന്താ രാജീവേ? എന്താ എന്തു പറ്റി? ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഓർത്ത് രാജീവ് വിഷമിക്കണ്ട. എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മുടെ കഷ്ടകാലമൊക്കെ ഇതോടെ തീരും. ഈ യാത്ര നമുക്കെല്ലാവർക്കും ഒരു പുനർജന്മമായിരിക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, പോകാൻ സമയം. വരട്ടെ. അയ്യോ, അവന്തിക കൂടെ വരുന്നത് അർച്ചന ഇല്ലാതാക്കാനാണ്. പക്ഷെ അത് പറഞ്ഞാൽ മറ്റു പലതും പറയേണ്ടി വരും. എന്തായാലും ഓർമ്മ തിരിച്ചു കിട്ടുന്നതോടുകൂടി ഗോകുല് വീണ്ടും ഒറ്റയ്ക്കാവും, അതുറപ്പാ. അർച്ചനയെ പറ്റി ഒരാളോടും ഒരു വാക്ക് പോലും ഇനി പറയരുത്. പ്രത്യേകിച്ച് സച്ചിയോടും ഗോകുലിനോടും. എന്റെ വാക്ക് കേൾക്കാതെ ആരോടെങ്കിലും നീ അത് പറഞ്ഞ കിടക്കുന്ന കിടപ്പിൽ നിന്നെ ഞാനങ്ങ് തീർക്കും. ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആശ്രമമാണെങ്കിലും പുറമേ നിന്ന് വരുന്നവരെല്ലാം അവരുടെ ക്യാമറ സർവൈലൻസിലാണ്. അതിന് നമ്മൾ ഒളിച്ചും പാത്തും അല്ലല്ലോ അങ്ങോട്ട് പോകുന്നേ, സമൃദ്ധയെ സഹായിക്കാനല്ലേ. അതുകൊണ്ട് നമ്മളെ ആരും സംശയിക്കില്ല. ആശ്രമത്തിൽ അന്തേവാസികളും ജീവനക്കാരുമായ ഒരുപാട് പേരുണ്ട്. സദാസമയവും അവർ വരുന്നവരെയെല്ലാം ശ്രദ്ധിക്കും. ആർക്കും ഒരു സംശയത്തിന് ഇടകൊടുക്കരുത്. ജീവനക്കാരിലും അന്തേവാസികളിലും പ്രധാനപ്പെട്ട ചിലരുണ്ട്, അവരെയാണ് സൂക്ഷിക്കേണ്ടത്. അവരുടെ ആരുടെങ്കിലും പേരറിയാമോ? ഇല്ല, അതെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് മനസ്സിലാക്കാം. പിന്നെ ആശ്രമത്തിന്റെ കിഴക്ക് വലതുഭാഗത്തായിട്ടാണ് മരുന്നുപുര. അതിനടുത്താണ് രോഗികളെ ചികിത്സിക്കുന്ന സ്ഥലം. അവിടെ ആയിരിക്കും സമൃദ്ധയെ ചികിത്സിക്കുന്ന സ്ഥലം അല്ലേ? അതെ. പക്ഷേ നമ്മൾ കയ്യിലെടുക്കേണ്ടത് അവിടുത്തെ സാധാരണ അന്തേവാസികളെയോ ജീവനക്കാരെയോ അല്ല, പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളിനെ തന്നെയാണ്, സിദ്ധനായ ശിവയോഗി.